രാത്രിയൊക്കെ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ച് വന്നിട്ട് കണ്ടില്ലേ, ഡിക്കിനകത്താണ് ചേട്ടന്മാർ കിടന്നുറങ്ങുന്നത്. നമ്മൾ അവരെ ശല്യം ചെയ്യണത് ശരിയല്ല. ഇതൊരു ബസ് സ്റ്റാൻഡാണ്, അല്ലെങ്കിൽ ഒരു ബസ് യാർഡാണ്. നൈറ്റ് സർവീസ് വണ്ടികളൊക്കെ വന്ന് ഒതുക്കിയിട്ട് വാഷിങ്ങും മറ്റേ കുളിക്കലും ടോയ്ലറ്റ് പോലും ഉറങ്ങലും ഫുഡ് വെക്കലും എല്ലാം. DRL ക്യാപ്പിലേക്ക് താഴെ DRL, ഇത് മേലെ DRL മാത്രമല്ല, കുറച്ചുകൂടി വലിയ DRL അല്ലേ. അപ്പോൾ REC എവിടെയോ എന്തോ തകരാറ് പോലെ. സത്യസന്ധമായിട്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ കുറ്റസമ്മതം നടത്തിയേക്കാം. ഞങ്ങൾ ഈ ബോഡി ഇതിന് മുന്നേ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് പൊങ്കാലിട്ട് വരണ്ട. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ സീരീസിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അത് എവിടെയെന്ന് ചോദിച്ചാൽ ചന്താപുര, അതായത് ബാംഗ്ലൂർ ചന്താപുര പാർക്കിംഗ് യാർഡിലാട്ടോ. എൻ്റെ തൊട്ടുപുറകിലായിട്ട് നിങ്ങൾക്ക് കാണാം, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ല, നമ്മുടെ വണ്ണസിൻ്റെ സ്വന്തം എമറാൾഡ്. യെസ്, തൊട്ടപ്പുറത്ത് വണ്ണസിൻ്റെ സ്വന്തം സെലിക്കുട്ടി. പക്ഷെ അവർ രണ്ടുപേരും മാത്രമല്ല, ഇവിടെ ചുറ്റും ഒത്തിരി വണ്ടികളുണ്ട് അല്ലേ അല്ലേ? അതെ, ഇതൊരു യാർഡാണ്, പാർക്കിംഗ് യാർഡാണ്. ഇതൊരു കുട്ടി വീഡിയോ ആയിരിക്കും, കാരണം നമ്മൾ കണ്ടും കേട്ടും പരിചയമുള്ള പല വണ്ടികളും ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടി നിന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ആശയം ഉദിച്ചു. നമുക്കൊരു കൗതുകം തോന്നി. അപ്പോൾ ഇതൊരു ചെറിയൊരു കുട്ടി വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. വണ്ടി ഭ്രാന്തന്മാർ എന്നുള്ള സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ എന്താ പറയാ, ഒത്തിരി വണ്ടികൾ കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്. ഞങ്ങൾക്ക് അറിയുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്ന് നമ്മുടെ ഭാരത് ബെൻസ് ഉണ്ട്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട ഭാരത് ബെൻസിന്റെ ഗ്ലൈഡർ ആണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അറ്റത്ത് വേറെ 2-3 വണ്ടികളുണ്ടല്ലേ. അവിടെ വീരാബോഡിയുടെ 2 വണ്ടികൾ, 2 പുതിയ മോഡലും ഉണ്ട്, പഴയ മോഡലും ഉണ്ട്. ഇതും വീരാബോഡിയാണ്, ഇത് പഴയ മോഡലല്ലേ, വീരാബോഡിയാണ്. ആ വണ്ടിയും ഈ വണ്ടിയും പഴയ മോഡലാണ്. ഇത് BS6 വണ്ടിയാണ്, ആ നടുവിൽ കിടക്കുന്ന വണ്ടി. ഒന്ന് ഫ്രണ്ടിന് കാണിക്കാം. അതെ, കണ്ടില്ല വെച്ചാൽ പറയാം. ഇത് രണ്ടും അതായത് ഈ വണ്ടിയും ആ വണ്ടിയും വീരാബോഡി പഴയ മോഡലാണ്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടിയാണ്, BS6 ആണ്. കണ്ടില്ലേ, ആ ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ സൈഡിൽ ഇവിടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അത് പുതിയ വണ്ടിയാണ്. പെട്ടെന്ന് മനസ്സിലാക്കാം, ഈ ഫ്രണ്ട് സൈഡിൽ വരുന്നതുകൊണ്ട് തന്നെ പുതിയ വണ്ടിയാണെന്നുള്ളത് വ്യക്തമായിട്ട്. പിന്നെ ഇവിടെ BS6 എന്നുള്ളത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് മാത്രമല്ല, ബോഡി ക്വാളിറ്റിന്റെ കാര്യത്തിൽ വീരാബോഡി ഭയങ്കരമാണ്. പിന്നെ ഔട്ടറിലുള്ള ലുക്ക് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഓരോരുത്തർക്കും ഓരോ ഐഡിയയും ഓരോ ചിന്താഗതിയല്ലേ. അതെ, പക്ഷെ കുറച്ച് മുന്നേ പ്രത്യേകിച്ച് കല്ലടക്കൊക്കെ ഒരു ഇതെല്ലാ വണ്ടികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% വണ്ടികളും ഒരു ലോഗോ അതന്നെ മെയിനില്ലേ. സെലിക്കുട്ടി പ്രാവശ്യം കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ 2 പിങ്കും പർപ്പിളും ആയിരുന്നു, ഇപ്പൊ പർപ്പിളായിട്ട് ഒതുക്കി ചെറുതായിട്ട്. അതായത് ചെറിയൊരു ഡിസൈൻ ചേഞ്ചില്ലേ. പിന്നെ വച്ചമരെ വീരാബോഡി പഴയൊരു മോഡൽ നമുക്ക് ഇവിടെ കാണാം. പിന്നെ എന്താ പറയാ, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ദ ലെജൻഡ് എന്നൊക്കെ പറയാവുന്ന വോൾവോയുടെ 9600S അതിൻ്റെ ആ ഒരു DRLും അതിൻ്റെ ആ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് വച്ചമരെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പാർക്കിംഗ് യാർഡാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒത്തിരി പേര് വന്നിട്ട് റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് കുളിക്കുന്നുണ്ട്, വണ്ടി വൃത്തിയാക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. നമ്മൾ തന്നെ ഇപ്പോൾ വണ്ണസ് വന്നിട്ടുള്ളത് വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞത് 3ാമത്തെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും 2ാമത്തെ വീഡിയോക്കുള്ള പ്രിപ്പറേഷൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ കേട്ടോ. അതെ, ലാസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്, പക്ഷേ സെക്കൻഡ് വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വീണ്ടും ഒരു വോൾവോയുടെ ഒരു പഴയ വണ്ടി നമുക്ക് കാണാം. ഇവിടെയൊക്കെ ഓറഞ്ചിൻ്റെ ഒക്കെ വണ്ടി ഉണ്ടോ, ഓറഞ്ചിൻ്റെ ഒരു വണ്ടി ഇവിടെ ഉണ്ട്, അവിടെ സുഗതയുടെ ഒരു വണ്ടി ഉണ്ട്. നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് വണ്ടി കാണാം വച്ചമരെ, ഓറഞ്ചിൻ്റെ വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വോൾവോ ആണെങ്കിലും വോൾവോ ബോഡിയല്ല, ഇത് സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതെ, വോൾവോയുടെ ചേസും MGയുടെ ബോഡി. അതെ, ഓറഞ്ചിൻ്റെ വണ്ടി കേട്ടോ, സ്റ്റാർസ് എന്നാണ് പേര്. വോൾവോയുടെ വണ്ടിയാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നമ്മൾ ടിപ്പിക്കൽ വോൾവോയുടെ ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ അല്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് വോൾവോ MGയിൽ നിന്നും ബോഡി കെട്ടിയിട്ടുള്ള വണ്ടിയാണ്. 13.5 മീറ്റർ, 13.5 ആണോ 15 ആണോ അത്? 13.5 13.5 പക്ഷെ അതൊന്ന് കൺഫേം ചെയ്യേണ്ടിയിരിക്കണം. പക്ഷെ നിങ്ങളും കണ്ടിട്ട് 15 പോലെ തോന്നുന്നു. ഇതിന് എമർജൻസി നോക്ക്. ഇതെന്താ അറിയോ, നമുക്ക് ചോദിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല, എല്ലാവരും ഉറങ്ങാണ്. കണ്ടില്ല, ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തലയിൽ കൂടെ വല്ലതും കാരണം അവർ രാത്രിയൊക്കെ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ച് വന്നിട്ട് കണ്ടില്ലേ, ഡിക്കിനകത്താണ് ചേട്ടന്മാർ കിടന്നുറങ്ങുന്നത്. നമ്മൾ അവരെ ശല്യം ചെയ്യണത് ശരിയല്ല. അപ്പോൾ അതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പച്ചയായിട്ടുള്ള ഒരു മുഖം കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒരു ചേട്ടൻ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർമാർ പരിമിതമായിട്ടുള്ള സൗകര്യത്തിൽ നിന്ന് അതെ. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പോൾ ഇതുപോലത്തെ വണ്ണസിൻ്റെ വണ്ടിയിലാണ് ഇങ്ങോട്ട് പോകുന്നുള്ളത്. അവർ രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങൾ മടിവാള ഇറങ്ങി. അതിന് ശേഷം വണ്ടി അവിടെ ഒരു പാർക്കിംഗ് യാർഡുണ്ട്, ഇതല്ല വേറെ ഒന്നുണ്ട്. അവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് അവരുടെ വണ്ടി വാഷിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11 ആകുമ്പോൾ അവർ ഉറങ്ങും. പിന്നെ വൈകിട്ടാണ് നീക്കുക. അതെ, 5 മണിയൊക്കെ എണീക്കാന്ന് പറഞ്ഞത്. അപ്പോൾ അച്ഛന്മാരെ, ഇതാണ് നമ്മൾ പറഞ്ഞ എന്താ പറയുക വോൾവോ MG ടൈപ്പിൽ സ്റ്റാർസ്. അതിൻ്റെ ഒരു ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡലാണ് വരിക. കണ്ടോ, എന്തൊക്കെയായാലും കണ്ടോ MGയുടെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാവും. കണ്ടില്ലേ, MGയുടെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ വണ്ടി കേട്ടോ. ഓറഞ്ചിൻ്റെ ഒത്തിരി വണ്ടികൾ വരണ്ടല്ലേ അല്ലേ? അതെ, ഓറഞ്ചിൻ്റെ പല കളറിൽ പല വർണ്ണത്തിൽ വണ്ടികൾ വരുന്നുണ്ട്. അതെ, ഓറഞ്ചിൻ്റെ 2-3 വോൾവോസ് ആ സൈഡിൽ കിടക്കുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം പറയാനുള്ളത് സ്വാമി അയ്യപ്പ അല്ലേ? സ്വാമി അയ്യപ്പൻ്റെ വണ്ടി തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ. അതെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ 9600 ആദ്യം വന്ന വണ്ടികളിൽ ഒന്ന് കർണാടക സർക്കാരിന് വേണ്ടിയിട്ടുള്ള വണ്ടി, പിന്നെ സ്വാമി അയ്യപ്പൻ്റെ വണ്ടി. അതായത് ആ കളർ കൊണ്ടൊക്കെ ഫേമസ് ആയിട്ടുള്ള വണ്ടിയായിരുന്നു സ്വാമി അയ്യപ്പൻ്റെ വണ്ടി. അപ്പോൾ നമ്മുടെ വണ്ടസിൻ്റെ ചേട്ടൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്റർസിറ്റിന്റെ വണ്ടികളുണ്ട് കേട്ടോ. ഇന്റർസിറ്റിന്റെ വണ്ടി ഒരുപാട് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അവിടെ ഇവിടെ സെയിം കളർ തീമാ തോന്നുന്നുണ്ട്. അവിടെ ഇന്റർസിറ്റി സ്മാർട്ട് ബസ് അവിടെ ഉണ്ട്. ഇതൊക്കെ സെയിം കളർ തീമില്ലടാ. അതെ, ഇതൊക്കെ പ്രകാശ് ബോഡിയാണ് കേട്ടോ. ഫ്രണ്ടിൽ DRLൊക്കെ വന്നിട്ടുള്ള ഒരു ടൈപ്പ്. നമ്മുടെ ഹൈലൈറ്റ് റോഡ് ലിങ്ക്സിന്റെ സെയിം സാധനം അല്ലേ? അതെ അതെ, നമ്മൾ ആൾറെഡി റിവ്യൂ എടുത്താണ് ഹൈലൈറ്റ് റോഡ് ലിങ്ക്സിന്റെ. ഇവിടെ ആൾറെഡി ചളി പൊളിയാട്ടോ, കണ്ടില്ലേ? ഇപ്പോൾ ഒരു 2-3 ദിവസം മുന്നേ ഇവിടെ ബാംഗ്ലൂർ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതുണ്ടാവും. പിന്നെ വണ്ടികളൊക്കെ കഴുകുന്ന സ്ഥലമല്ലേ. ഇത് കണ്ടില്ല മച്ചമാരെ, ഇഷ്ടം പോലെ വണ്ടികൾ നിരന്ന് നിൽക്കുകയാണ്. ഇവിടെ ഓറഞ്ചിൻ്റെ ഒരു വണ്ടി ഇവിടെ, ഇത് വോൾവോ ആണ്. ഇവിടെ ഒന്ന് അപ്പുറത്ത് വേറെ പുതിയ മോഡൽ, ഇത് പഴയ മോഡലാണ് തോന്നുന്നുണ്ട്. ഇത് ഗുജറാത്ത് രജിസ്ട്രേഷനാടാ, GJ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വോൾവോ, ഇത് 9600. അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ 9600, അപ്പുറത്തൊരു വീരാബോഡി ഉണ്ട്. ഓറഞ്ച് ഇഷ്ടംപോലെ വണ്ടിയില്ലേ. ഇത് നാഗാലാൻഡ് രജിസ്ട്രേഷനാണ്, NL ആണ്. കണ്ടില്ലേ, 2 9600. ഇതിൻ്റെ ഒരു ഭംഗി. ബാക്കിലൊരു സ്കാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതും ഓറഞ്ചാണോ? ഓറഞ്ചാണോ? അത് വോൾവോയുടെ അല്ല, അത് സ്കാൻ സെമി സ്ലീപ്പർ വണ്ടികൾ കുറവാ ഈ യാർഡിൽ. ഒക്കെ സ്ലീപ്പർ വണ്ടിയാ. അതെ, ഇത് ഓറഞ്ചിന് കുറച്ച് പഴയ വണ്ടിയാണ്. ഇത് രണ്ടും പുത്തൻ വണ്ടിയാണ്. മച്ചന്മാരെ കണ്ടില്ല, ആ ഒരു DRL. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ. വോൾവോയുടെ ഒരു DRL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂട്ട് ഡിസൈനാണ് വോൾവോ. പക്ഷെ വണ്ടി വോൾവോന്റെ B11R. പവറിന്റെ കാര്യത്തിലൊക്കെ ഡ്രൈവേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. വെച്ചാലേക്ക് പോവാല്ലേ? അതെ, ഇത് കുറച്ച് മൈലേജ് കൂടുതലാണ്, പക്ഷെ അത്ര പവർ ഇല്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ലിമിറ്റും കട്ട് ഓഫ് ഒക്കെ അല്ലേ, കാര്യമൊന്നുമില്ല. ആ ചേട്ടന്മാർ വേറെ സംഭവം കൂടി കാണിച്ചു തരാം മച്ചന്മാരെ. കുക്കിംഗ് ഡിക്കിക്കകത്ത സ്പേസിൽ അതൊന്നും നമ്മൾ അടുത്തുനിന്ന് കാണിക്കില്ല, കാരണം അവരുടെ പ്രൈവസിയിൽ നമ്മൾ ഇടപെടില്ല. അവിടുന്ന് കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതിൽ വീഡിയോയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത് പോയിട്ട് കാണിച്ച് അവരെ ശല്യം ചെയ്യുന്നില്ല. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ രാത്രിയൊക്കെ വണ്ടി ഓടിച്ച് ടയർഡായി വന്ന് റെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. അതെന്താ മണികണ്ഠ ട്രാവൽസ് അല്ലടാ? മണികണ്ഠ ട്രാവൽസ്, നമ്മളെ വണ്ടിയുടെ പേര് പറയാൻ മറന്നത്. മണികണ്ഠ ട്രാവൽസ് ആണ്. അപ്പോൾ നമ്മുടെ വണ്ണസിൻ്റെ വണ്ടികൾ ഇവിടെ ഒന്ന് ഒതുക്കി വാഷ് ചെയ്യാനുള്ള പരിപാടിയാണ് ചേട്ടന്മാർ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ലേ, ഓറഞ്ചിൻ്റെ ബസ്സുകൾ ഇവിടെ ഉണ്ട്. ശ്രീ ദുർഗാംബ അല്ലേ? 2 വണ്ടി ശ്രീ ദുർഗാംബ. അത് ഏത് ബോഡിയാടാ? അത് ഇവിടെയും കണ്ടു പാത്തൊരു ബോഡി. നമുക്ക് കണ്ട് ശീലമില്ലാത്ത ബോഡിയാണ്. നമുക്ക് അടുത്ത് പോയി നമുക്ക് വെറൈറ്റി ആണല്ലോ ആവശ്യം. നമ്മളത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം. അതെ, കണ്ടില്ലേ ചേട്ടൻ ആ വണ്ടിയുടെ അപ്പുറത്തെ സൈഡിൽ ഒരു ചേട്ടൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ മാത്രമല്ല ഈ ബോഡിയിൽ ഒരുപാട് വണ്ടിയുണ്ട്. അവിടെ ഒരു വണ്ടി കണ്ടു, ഈ വണ്ടി ഉണ്ടോ? ഈ 4 വണ്ടിയും ഒരു ടൈപ്പാ. നമുക്കതിനെപ്പറ്റി അടുത്തറിയാം മച്ചന്മാരെ. ഒരു D എന്നുള്ളൊരു ലോഗോയും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ. ഇത് എല്ലാം ശ്രീ ദുർഗാംബേൻ്റെ വണ്ടിയാണോ? അല്ലല്ലേ? ഇതും അതും ഈ 3 വണ്ടിയും ശ്രീ ദുർഗാംബേൻ്റെ വണ്ടിയാണ്. ലൈലാൻ്റെ അല്ലേ? പക്ഷേ ഫ്രണ്ടിൽ ആ ലോഗോ നോക്കും, ഒരു D എന്ന് പറഞ്ഞിട്ടൊരു ലോഗോ ആണ് മച്ചന്മാരെ. ഇത് ഏത് വണ്ടിയാണ്, ഏത് കമ്പനിയാണെന്ന് അറിയുള്ളൂ. ജസ്റ്റ് ഒന്ന് കമൻറ്റ്. ഇവിടെ ഉണ്ട് കണ്ടുപിടിച്ച്. ഭാരത് ഗ്യാരേജ്, ആൾ ടൈപ്സ് ഓഫ് ബോഡി വർക്ക്സ്. എവിടെ സ്ഥലം? എവിടെ? മെയിൻ റോഡ്, ബന്നാർഘട്ട മെയിൻ റോഡ്, ബാംഗ്ലൂർ തന്നെ കേട്ടോ. അപ്പോൾ BG ഭാരത് ഗ്യാരേജിൻ്റെ വണ്ടിയാണ് ഈ 3 വണ്ടികളും. പിന്നെ ഇതൊക്കെ ഭാരത് ഗ്യാരേജിൻ്റെ വണ്ടിയാണ്. പക്ഷേ ഈ D എന്നുള്ള ലോഗോ എങ്ങനെ വരും ഭാരത് ഗ്യാരേജിന്? തമ്പുരാൻ അറിയാം. അത് ഈ ഡിസൈൻ കണ്ടിട്ട് എനിക്ക് എന്താ ഓർമ്മ വരുന്നത്? എനിക്ക് ഈ ഡിസൈൻ കണ്ടിട്ട് പണ്ട് പ്രകാശിന്റെ പിന്നെ മച്ചാന്മാരെ, ഈ ഭാരത് ഗ്യാരേജിന് എങ്ങനെ D എന്നുള്ള ലോഗോ ഒന്നുള്ള ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും. അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. ഭാരത് ഗ്യാരേജിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക.
കമ്മിങ് ടു ദ പോയിന്റ് മച്ചാമാരെ, ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നല്ല അടിപൊളി ഡിസൈനിൽ മറ്റൊരു പ്രകാശ് ബോഡി ക്യാപ്പല്ല ഒരു വണ്ടിയുണ്ട്. ഏതാണെന്ന് ചോദിച്ചാൽ അഭിഷേക് ടൂർസ് ആൻഡ് ലോജിസ്റ്റിക്സിലെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ടീം തന്നെയാണ്. നല്ലൊരു ഓറഞ്ച് വൈറ്റ് ഡിസൈനിലുള്ള ഒരു വണ്ടി അല്ലേ? ബ്ലാക്ക് വുഡ്. അതെ, രജിസ്ട്രേഷൻ ആയിട്ടുള്ള അത് പുത്തൻ വണ്ടിയാ? അല്ല, സൈഡിലുണ്ടാവും മതി. ഉണ്ടാവും. പുത്തൻ വണ്ടിയാണ് വെച്ചാൽ സൈഡിലില്ലല്ലോ. സൈഡിലില്ല, പുത്തൻ വണ്ടിയാണ്. ഒരു ചേട്ടൻ അതിനുള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളവരെ പുള്ളിനെ ശല്യം ചെയ്യില്ല. കണ്ടില്ലേ? അത് സീറ്റർ കം സ്ലീപ്പറാണ്. താഴെ ഈ സൈഡിൽ താഴെയൊക്കെ ആയിട്ട് സീറ്റാണ്, മേലെ സ്ലീപ്പറുമാണ്. അപ്പർ സ്ലീപ്പറും താഴെ സാധാ പോലെ സീറ്റും. അതെ, ഈ ഒരു സൈഡിലായിട്ട് ഐഡിയലിൻ്റെ വണ്ടിയുണ്ട്. ഇവിടെ ആയിട്ട് നമ്മളെ സ്മാർട്ട് സിറ്റി അല്ല ഇന്റർസിറ്റിൻ്റെ വണ്ടിയില്ലേ? ബാംഗ്ലൂർ വരുമ്പോൾ സ്മാർട്ട് ബസ് ആണെന്ന് പറയുന്നത്. സ്മാർട്ട് ബസ് ഇന്റർസിറ്റി ഇവിടെ ബാംഗ്ലൂർ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടികൾ ഈ ഒരു കളറിൽ കാണുന്നുണ്ട്. അതായത് ഇന്റർസിറ്റീൻ്റെ ഇഷ്ടംപോലെ വണ്ടികൾ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതും മറ്റേ സ്കീം തന്നെയാണ്, സ്ലീപ്പർ കം സീറ്ററാണ്. അതെയോ? അതെ. ഇവർ മൊത്തം മറച്ചിട്ടുകൊണ്ട് ഉള്ളിക്ക് കാണില്ല, ബാക്കിൽ തുറന്നിട്ടുണ്ട്. അതെയോ? ശരിയാണ്. അപ്പോൾ ഇവരുടെ എന്ന് പറഞ്ഞാൽ നീലയും പച്ചയും ചേർന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. മച്ചന്മാരെ മുന്നിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു എയ്റോ ബസ്, ഒരു ഗ്രീനും അല്ല യെല്ലോ അല്ല അങ്ങനത്തെ ഒരു കളറിലുള്ള വണ്ടിയാണ്. പക്ഷേ ഒരു ഹൈലൈറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഈ ഒരു കുതിരയാണ്. ഒരു 3D സാധനം പോലെ കൂടുതൽ ഭംഗി. ഇങ്ങനെ ഇത് ക്യാമറ കാണാനുള്ള ഭംഗി. അതെ, ഇത് പൂജ ഹോൾഡേഴ്സിൻ്റെ വണ്ടിയാട്ടോ. പൂജ AC 2+1 AC റോയൽ ക്ലാസ് എക്സിക്യൂട്ടീവ് സ്ലീപ്പർ കോച്ച് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് വഴി നമുക്ക് ജസ്റ്റ് ഒന്ന് എത്തി നോക്കാം. ഇത് ഫുള്ള് സ്ലീപ്പറാട്ടോ, കണ്ടില്ലേ? സ്ലീപ്പർ വണ്ടിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ കാര്യങ്ങൾ വരുന്നത്. ഇവിടെ എന്തൊരു സ്കാനിയ. യെസ്, സ്കാനിയ. ഇത് വിനായകൻ്റെ വണ്ടിയാണ്. വൈറ്റും യെല്ലോയും കളർ കോമ്പിനേഷനുള്ള മറ്റൊരു വണ്ടി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വേറെ വണ്ടി, ഒരു മെയിൻ ഹൈലൈറ്റ് എന്തായിരുന്നു? സിംഗത്തിൻ്റെ വണ്ടിയാ? അല്ലല്ല, സ്വാമി പൂജസിംഗം. ഇത് പൂജാസിംഗം. അതായത് ഇത് നമ്മൾ വരുന്ന വഴിക്ക് ഉണ്ടായിരുന്നല്ലോ ഈ സിംഗം. അത് ഈ സിംഗമാണോ? അപ്പോൾ ഒരുപാട് വണ്ടി ഉണ്ടാവുമല്ലോ. അതെ, ഒരു ഇതേപോലെ ഒരു സിംഗത്തിന് ഞങ്ങൾ വരുന്ന വഴിക്ക് ഉണ്ടായിരുന്നു. ഇതാണോ എന്ന് ഞങ്ങൾക്ക് അറിയാം. അങ്ങോട്ട് പോകുകയാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ. യെസ്. പിന്നെ വേറെ സംഭവം എടുത്തു പറയാനുള്ള മച്ചന്മാരെ, സ്വാമി അയ്യപ്പ ട്രാവൽസ്. ഈ ഒരു ടീമിനെ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയുണ്ടാവും. കാരണം വോൾവോ 9600 ഒരു പക്ഷേ നമ്മൾ ആദ്യം കണ്ടത് കർണാടക സർക്കാർ വണ്ടിയിലും ഇവരുടെ വണ്ടിയിലൊക്കെയാണ്. അപ്പോൾ അവരുടെ MG ബോഡിയിലുള്ള വോൾവോ ആണല്ലേ നിങ്ങളിത്? അതായത് സ്റ്റാർസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർസിന്റെ ബോഡിയാണത്. സ്റ്റാർസ് ഡിസൈനിൽ വന്നിട്ടുള്ള ബോഡിയാണ്. MG ആണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. വോൾവോയുടെ ചേസാണ്. അതെ, നാഗാലാൻഡ് രജിസ്ട്രേഷൻ ആട്ടോ വണ്ടി. അപ്പോൾ ഇത് ഡബിൾ ഡെക്കർ, അതായത് ഫുള്ള് സ്ലീപ്പറാണ് തോന്നുന്നുണ്ട്. ഡബിൾ സ്ലീപ്പറാണ് തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്, 4 വണ്ടികൾ ഒരേപോലെ. ഇത് ഒക്കെ ഡി ആണല്ലോ. അതെ, അതായത് നമ്മുടെ ഭാരത് ഗ്യാരേജ് ആണോ? ഇതിന്റെ ബാക്കിൽ കൂടി ചെക്ക് ചെയ്യാൻ പറ്റും ഭാരത് ഗ്യാരേജ് ആണോ അല്ല. അപ്പൊ നമുക്ക് ഇതിനുണ്ട് സൈഡിൽ മറ്റേ ഡിസൈൻ. ഏതാ ഇത്? മറ്റേ പൂജേന്റെ. ഇത് പൂജയാണോ? ഇത് കഴുകനാണ്, കഴുകൻ. ഇത് പൂജേന്റെ അല്ലല്ലോ, പൂജ ഉള്ളൂ. സാധനം തന്നെയാണ് ഡിസൈൻ. നോക്കി ആരെ പോഷ്ടിച്ചോട്ട് പോയി. പൂജയ്ക്ക് പറയാൻ വേണ്ടിയിട്ട് A6 ആട്ടോ. അപ്പോൾ ഈ ഡിസൈൻ പഴയതല്ല, ഏറ്റവും പുതിയ മോഡലാണ് തോന്നുന്നു. യെസ്, ലെയ്ലാൻഡ് നെപ്റ്റ്യൂൺ മെയ്ഡ് ഇൻ. ഇതെന്താ ലെയ്ലാൻഡ് കൊടുത്തിട്ട്? ലെയ്ലാൻഡ് വണ്ടി ചേസാണ്. അല്ല മോനെ, ശ്രീ ദാമോദർ ബോഡിയുടെ അത് ശ്രീ ദാമോദർ ബോഡി. അപ്പോൾ ഭാരത് ഗ്യാരേജ് എന്താ? ഓ മൈ ഗോഡ്, സംതിങ് റോങ്. എവിടെയോ എന്തോ തകരാറ് പോലെ. സത്യസന്ധമായിട്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ കുറ്റസമ്മതം നടത്തിയേക്കാം. ഞങ്ങൾ ഈ ബോഡി ഇതിന് മുന്നേ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് പൊങ്കാലിട്ട് വരണ്ട. യെസ്. വേറെ കാര്യം അല്ല, ദാമോദർ ബോഡി നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റേ നമ്മുടെ ഇവരെ വണ്ടി സെറയുടെ ഒരു വണ്ടി ഉണ്ട് ദാമോദർ ബോഡി. അത് നമ്മൾ റിവ്യൂ എടുക്കണം എന്ന് പറയുന്നത്. അതല്ല, വയനാട് 2 വണ്ടി ഒന്നുണ്ട് ദാമോദർ ബോഡി. വിളിച്ചിട്ടുണ്ട്, പോകാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റ് ദാമോദർ ബോഡി. ഇപ്പൊ കറക്റ്റ് ആയി. അല്ലെങ്കിൽ അപ്പോൾ ഇതൊക്കെ ദാമോദർ ബോഡിയാണ് അല്ലേ? അപ്പോൾ ശ്രീ ഭാരത് ഗ്യാരേജ് അതിപ്പോ പണിയെടുപ്പിക്കുന്ന അതിപ്പോ മറ്റേ പീനയിലും പ്രകാശ് പീനയിലും ലാൽബാഗിലൊക്കെ അല്ലേ, അതേമാതിരിയോ? യെസ്. അപ്പോൾ ദാമോദർ ബോഡിയാണ് വെച്ചമാരി ഈ വണ്ടികളൊക്കെ. ഈ ഡി എന്നുള്ള ലോഗോ ഫൈനലി നമുക്ക് അതിന്റെ ഉത്തരം കിട്ടില്ല. അതെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ കഴുകനെ കണ്ടു. ഇവിടുത്തെ ഒരു പൂജേൻ്റെ വണ്ടിയുടെ അസാസിൻ ക്രീഡോ എന്തൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതെ, ഹുഡിയിട്ടുള്ള ഒരു മനുഷ്യൻ. അതെ, ഓരോ സൈഡിൽ ഓരോ ട്രാവൽസ് മറ്റേ അവരുടെ സ്ഥലം റിസർവ് ചെയ്തിരിക്കാണല്ലോ. ആ മൂലക്കൽ ഓറഞ്ച്, ഇവിടെ മറ്റേ പൂജ ഹോൾഡേഴ്സിന്റെ വണ്ടികൾ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇവിടെ ഒത്തിരി വണ്ടികൾ. ഒരു വെഗ. ഇവിടെ വെഗ വെഗ കുട്ടി. അവിടെയും വെഗ, അവിടെയും വെഗ. ഇത് വീണ്ടും ഒരു സ്കാനിയ. അപ്പോൾ ഇതൊക്കെയാണ് മച്ചമാരെ ഇവിടുത്തെ സ്റ്റിക്കർ വർക്ക് നടന്നുകൊടുക്കുക. ഇത് പുത്തൻ വണ്ടിയാ? പുത്തനൊന്നല്ല, ഗ്ലാസ് പൊട്ടിയില്ലല്ലോ.
ശരി. ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞില്ലേ, ഇതൊരു ബസ് സ്റ്റാൻഡാണ്, അല്ലെങ്കിൽ ഒരു ബസ് യാർഡാണ്. നൈറ്റ് സർവീസ് വണ്ടികളൊക്കെ വന്ന് ഒതുക്കിയിട്ട് വാഷിങ്ങും മറ്റേ കുളിക്കലും ടോയ്ലറ്റ് പോലും ഉറങ്ങലും ഫുഡ് വെക്കലും എല്ലാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 9 മണിക്ക് ശേഷം അല്ലെങ്കിൽ 8 മണിക്ക് ശേഷമാണ് പല വണ്ടികളും എടുത്തു പോകുന്നത്. അപ്പോൾ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാനും അവിടെ കാര്യങ്ങൾ നടക്കാനും ഒരു നല്ലൊരു ഏരിയ വേണം. അതിനാണ് ഇങ്ങനത്തെ ഒരു യാർഡിലേക്ക് കൊണ്ടിടുന്ന വണ്ടി. ഇതിൽ ഇന്റീരിയർ വെക്കടാ, കാര്യപ്പെട്ട എന്താ വർക്ക് എടുക്കണം. ഇത് ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഇവിടുത്തെ ഒരു എന്താ പറയുക, യാർഡൊന്ന് കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് അതൊന്ന് എത്തിക്കണം തോന്നി. വണ്ടിപ്രാന്തന്മാർ എന്നുള്ള രീതിക്ക് സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങൾക്കൊരു ത്വര, പിന്നെ കണ്ടന്റ് ആക്കാൻ വിചാരിച്ചു. ഇത് ഏതാ ബോഡിയുടെ REC ഇറ ട്രാൻസ്പോർട്ടിന്റെ ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ഇതിന്റെ ബോഡി ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. അതും നമുക്ക് പക്ഷേ ഇത് ഒരുപാട് ക്യാപ്പലിന്റെ ഒരു മിക്സ് ഒക്കെ ഉണ്ടല്ലോ കേട്ടോ. അതെ, ക്യാപ്പലിന്റെ മിക്സ് ഉണ്ട്. അതിന് DR നോക്ക്, വലിയ DR ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ കിട്ടും മച്ചാന്മാരെ. വെരിഫൈ ചെയ്തിട്ട് പറയാം, നേരത്തെ പറഞ്ഞ മാതിരി പൊട്ടത്തരാക്കണ്ട. ഇത് MG ബോഡിയാണ്, MG ബോഡിയാണ്. അശോക് ലൈലാൻഡിൽ MG ബോഡി കിട്ടിയ വണ്ടിയാടാ അത്. ഇത് കണ്ടോ? അതായത് ഇറേന്റെ കേരള ലൈൻസിന് ഉണ്ടല്ലോ രണ്ടും ഇറേന്റെ ആണ്. ഇത് അശോക് ലൈലാൻഡ് ആണ്, പക്ഷേ MG ബോഡിയാണ്. കണ്ടോ? കേരള ലൈൻസിന് ഇങ്ങനത്തെ വണ്ടി ഉണ്ട്, യാത്ര ചെയ്ത് പോന്നിട്ടുണ്ട്. യെസ് ഞാൻ ഓർക്കുന്നു. പക്ഷേ ഇതാണ് നമുക്ക് ഇനി അടുത്ത കിട്ടേണ്ട വണ്ടി. ഇത് REC കോച്ച്, REC എന്നാണ് കാണുന്നത്. ഫ്രണ്ടിൽ REC എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മറ്റേ ക്യാപ്പലിൻ്റെ ആ ഒരു 3 ഹെഡ്ലൈറ്റ്, പക്ഷേ അത് കുറച്ചുകൂടി റൗണ്ടാണ്. ഞാൻ ഉദ്ദേശിച്ചതാണ് ഈ സംഭവം. ക്യാപ്പലിക്ക് താഴെ DR, ഇത് മേലെ DR മാത്രമല്ല, കുറച്ചുകൂടി വലിയ DR അല്ലേ? അപ്പോൾ REC കോച്ച്, ഈ ഒരു കോച്ചിനെ പറ്റി അറിയുന്നവരും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് മച്ചന്മാരെ നമ്മുടെ ഈ ഒരു വീഡിയോ, ഈ ഒരു കൊച്ചു വീഡിയോ, ഈ ഒരു യാർഡിനെ പറ്റിയുള്ള വീഡിയോ. അപ്പോൾ വേറെ എന്തെങ്കിലും പറയണ്ട മനി? വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. വാഷിംഗ് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഇവിടെ A to Z വണ്ടീൻ്റെ കാര്യങ്ങൾ, അതായത് ചെയ്യാൻ പറ്റുന്നൊക്കെ ഇവിടുന്ന് ചെയ്യുന്നു, മൊബൈലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് മച്ചന്മാരെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ബെല്ലൈക്കൺ അടിച്ചങ്ങോട്ട് പൊട്ടിക്കണം. മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് കയറി നോക്കുക, എന്തായാലും ഫോളോ ചെയ്തേക്കാം. സോ മച്ചന്മാരെ, ദിസ് ഈസ് ടൈഗൂൺ സൈനിങ് ഓഫ്.